നമ്മളങ്ങനെ വീണ്ടും നല്ല നാടൻ ഭക്ഷണങ്ങൾ തേടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ തൃശ്ശൂർ സൈഡിലോട്ടൊന്നും അധികം വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലോട്ട് ഞാൻ എൻ്റെ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. തൃശ്ശൂർ ഭാഗമാണ്, എങ്കിലും ഇത് നാഷണൽ ഹൈവേ 17 നമ്മൾ എടപ്പള്ളിയിൽ നിന്ന് നേരെ വരാപ്പുഴ റൂട്ട് കയറി കൊടുങ്ങല്ലൂർ പോകുന്നു. പറവൂരും എല്ലാം കഴിഞ്ഞ് നേരെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂർ പോകുന്ന റൂട്ടാണ്. കൊടുങ്ങല്ലൂർ അവിടെയാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ വരുമ്പോഴത്തേക്കും പെരിങ്ങനം എന്ന് പറഞ്ഞ ഒരു സെൻറ്ററുണ്ട്. ഏകദേശം നല്ലൊരു ക്രൗഡായിട്ടുള്ള ഒരു പ്ലേസാണ്. പെരിങ്ങനത്ത് നിന്ന് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കുറ്റംകുളത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കുറ്റംകുളത്ത് പ്രത്യേകതയുണ്ട്. ഇവിടെ കുറ്റംകുളം ഇനി ഒരു പുതിയ കുട്ടനാടെന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ ഞാനിവിടെ ഒരു സ്ഥലത്ത് കണ്ടു. അതിന് വേറൊരു കാരണമുണ്ട്. എൻ്റെ കാരണമാണ് ഞാൻ എൻ്റെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ കാരണം, തനിനാടൻ റെസ്റ്റോറൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു കെട്ടുവള്ളമാണ്. കെട്ടുവള്ളം ഇവിടെ കെട്ടി ഇട്ടിട്ടൊക്കെ ഉണ്ട്. നമുക്കത് അഴിച്ചുള്ളിൽ കയറാം. ഇത് ചെറുതായിട്ട് ഫ്രണ്ടും ബാക്കൊക്കെ ചെറുതാണ്, പക്ഷേ ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ്. ഈ ഒരു ബ്ലോക്ക് കണ്ടില്ലേ, ഒരു മുറിച്ച് വെച്ചതെന്ന പോലെ തന്നെ. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറാം, എന്നിട്ട് കെട്ടങ്ങ് അഴിച്ചു വിട്ടേക്കാം. വാ. ഇപ്പോൾ ഇവര് നമ്മുടെ ഋത്തുനും രഘുനാഥും, ഇവർ രണ്ടുപേരാണ് എൻ്റെ പാർട്ട്നേഴ്സ്. നമ്മൾ ഈ തനി നാടൻ റെസ്റ്റോറൻറ്റ് എന്താണ്, ആരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് പറയാൻ പറ്റുമായിരിക്കും. ഞങ്ങളുടെ മാനേജിംഗ് പാർട്ട്ണർ അഡ്വക്കേറ്റ് പി ആർ കണ്ണൻ ഞങ്ങൾ 4 പേര് കൂടിയുള്ളൊരു സംരംഭമാണത്. ഓക്കെ. അപ്പോൾ അതിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഹോട്ടൽ ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. കണ്ണനും ഞാനും ഹോട്ടൽ ഫീൽഡിൽ മുൻപ്. ആർക്കെങ്കിലും കണ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹവും ഋത്തുനും വിഷ്ണു അപ്പോൾ രാജേഷേട്ടനും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ഹോട്ടലിൽ ഞങ്ങൾക്ക് ഫീൽഡിൽ നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല ഹൈജീനിക് ആയിട്ടുള്ളൊരു സ്ഥാപനം നടത്തണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടി സാധാരണ റെസ്റ്റോറൻറ്റ് ആവരുത്, ഒരു സംതിങ് സ്പെഷ്യൽ, ഒരു വെറൈറ്റി ആയിരിക്കണം എന്നൊരു താല്പര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആൾക്കാർ എപ്പോഴും വെറൈറ്റി ഉദ്ദേശിക്കും, നമ്മളെപ്പോഴും തനി നാടൻ, സിംപ്ലി നാടനായിട്ടുള്ള അതാണ് ഇപ്പോൾ എല്ലായിടത്തും വെറൈറ്റി. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നാടൻ മാത്രം നമ്മളെല്ലാ ഭക്ഷണവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെന്നാലും നമ്മൾ കുറച്ചും കൂടി നാടൻ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനും അതിൻ്റെ കുറച്ച് നാടൻ വിഭവങ്ങൾ സ്പെഷ്യലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇദ്ദേഹം ഭാഗത്ത് ഓരാതെ ഇങ്ങനെ സംസാരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ പെരിങ്ങനം പഞ്ചായത്തിൽ ഇപ്പോൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നിർത്താണ്ട് എന്നെ വരെ കടത്തി വെട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 4ാമത്തെ വ്യക്തി നമുക്ക് വരുമല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കൂടി പരിചയപ്പെടാം. ഈ തനി നാടൻ ഇപ്പൊ 4 പേരുടെയും സംരംഭമാണ്. ആരാണ് ശരിക്കും മാസ്റ്റർ ബ്രെയിൻ? അഡ്വക്കേറ്റ് ഞങ്ങളുടെ മാനേജിംഗ് പാർട്ട്ണർ അഡ്വക്കേറ്റ് പി ആർ കണ്ണൻ. ഞങ്ങൾ 2 പേരുമാണ് അതിൻ്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ. ഇവരുടെ കൂടെ ഞങ്ങളുടെ ഇവിടെ ഒരു ഹെൽപ്പ് എല്ലാ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. ഒരുമിച്ചാണ് ഞങ്ങൾ എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഇതിനൊക്കെ കൺസ്ട്രക്ഷനൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്. ആള് വലിയ ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ വലിയ ക്വാളിഫൈഡ് ആളൊന്നുമല്ല, പക്ഷെ സാധാരണ വളരെ ക്രിയേറ്റിവിറ്റി ഉള്ള ജോഷി എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് എല്ലാ ഇതിലും സഹായിച്ചത്. അല്ലെങ്കിൽ ചില സ്ഥലത്ത് നമുക്ക് ക്വാളിഫിക്കേഷൻ അല്ല, നമ്മളെ പ്രാക്ടിക്കലും ടാക്ടിക്കലും ആയിട്ടുള്ള നോളജ് ആണ് എപ്പോഴും നമ്മളെ തീർച്ചയായിട്ടും പല ഘട്ടങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ജോഷിയാണ് ഞങ്ങൾ ഇതിന്റെ കൺസ്ട്രക്ഷനൊക്കെ. ജോഷി എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ കണ്ടത്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈറ്റ വെച്ച് മുളയും വെച്ച് എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. അതാണ്. ഇനിയിപ്പോൾ ഇത് താഴത്ത് മാത്രമല്ല, മുഖത്തുണ്ട്, അപ്സ്റ്റെയർ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടും പോവാം, എല്ലാം കാണാം. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഒക്ടോബർ 21 സ്റ്റാർട്ട് ചെയ്തു. ഒക്ടോബർ 21 ഒരു 2.5 മാസം. എന്തായാലും പുറത്ത് ഞാൻ നോക്കിയപ്പോൾ പുറത്തും ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ചോദിക്കണം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എവിടെ കേട്ടാണോ കണ്ടാണോ അറിഞ്ഞാണോ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നാണ് കുറ്റംകുളം ഇനി കുട്ടനാട്. അത് ആ ഒരു ക്യാപ്ഷൻ ഞാൻ കണ്ടായിരുന്നു. അതിന് കാരണം ഇതാണെന്ന് മനസ്സിലായി. അത് എന്താണ് അങ്ങനെ? ഇത് ഒരു കുട്ടനാടൻ കെട്ടുവള്ളത്തിന്റെ ഒരു മാതൃകയിലാണ് ഇവിടെ ആണെങ്കിൽ വലിയൊരു കുളം ഈ ഭാഗമായിട്ട് കൊറ്റംകുളം എന്ന് പറയുന്നത് വലിയൊരു കുളം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പേരാണ് കൊറ്റംകുളം എന്ന് പറയുന്നത്. അപ്പൊ അത് ഇത് തൊട്ടടുത്ത സ്റ്റോപ്പ്. അപ്പൊ ഇതങ്ങനെ ഒരു കുട്ടനാടൻ കെട്ടുവള്ളത്തിന്റെ ഒരു മോഡലിൽ നമ്മൾ ചെയ്തപ്പോൾ അങ്ങനെ ഒരു സെക്ഷൻ കുറച്ചും കൂടി നമ്മളെ നാടിന്റെ പേരും കൂടി അതിനോടൊപ്പം ഉയർന്ന് വരിക എന്നുള്ളതാണ് മനസ്സിലായി. നമ്മളൊരു അധികം ഇനി അങ്ങോട്ട് വൈകിക്കാണ്ട് നേരെ നമുക്കിത് അടുക്കള
ഇവിടെ നിന്ന് കാണാം. വെറൈറ്റി അടുക്കള, ഓപ്പൺ കിച്ചണാണ്. നമുക്ക് ഇവിടെ തന്നെ കാണാം എന്താ ഉണ്ടാക്കുന്നത്. എത്തുന്നതിന് മുമ്പ്, അടുക്കളയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് വായിച്ചാലോ. ഇതിനകത്ത് വരുന്നത് തനിനാടൻ ചിക്കൻ വിൻഡാലോ, തനിനാടൻ ചിക്കൻ റോസ്റ്റ്, തനിനാടൻ ഫിംഗർ ചിക്കൻ, നാടൻ കോഴിക്കറി, താറാവ് റോസ്റ്റ്, ചിക്കൻ ചെട്ടിനാട്, നക്കല മുളകിട്ടത്, അങ്ങനെ ഇടിയിറച്ചി, ചെമ്മീൻ ഫ്രൈ, എല്ലാ നാടൻ രീതിയുണ്ട്. കാട, നെമ്മീൻ, വെജ്, വെജിറ്റേറിയൻ ബിരിയാണി. ബിരിയാണി തന്നെയാണല്ലോ ഒരു 1 2 3 4 5 6 തരം ബിരിയാണി ഓൾറെഡി ഇവിടെ ഉണ്ട്. ചിക്കൻ, ചെമ്മീൻ, എഗ്ഗ്, വെജ്, കാട, നെയ്മീൻ. എന്നാൽ കുശാലയിക്കളെ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. ഓപ്പൺ കിച്ചണാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓപ്പൺ കിച്ചണാണ്. എല്ലാം നമുക്ക് കാണാം. ഇവിടെ എന്താ പറയാ, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. മീൽസ് ഒരു കാര്യം ശ്രദ്ധിച്ചാ, നോ അഡ്മിഷൻ, പ്രവേശനമില്ല, വെട്ടിയിട്ടിട്ട് അടുക്കളയിലിട്ട് സ്വാഗതം. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ ചെന്നിട്ട് അടുക്കളയിലോട്ടാണ് നേരിട്ട് സ്വാഗതം. നോ അഡ്മിഷനൊക്കെ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് വേണ്ട. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഹോട്ടലിൽ അത്രയ്ക്ക് ഓപ്പൺ ആണ്. നമുക്ക് എന്തായാലും വൈകാണ്ട് അങ്ങോട്ട് തുടങ്ങിയേക്കാം. ഒരുപാട് ഗസ്റ്റുകൾ നമ്മളെ അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു വ്യക്തി വന്നേക്കണ്. ഇതിപ്പോ അഡ്വക്കേറ്റ് കണ്ണൻ. ഏതാണ് അഡ്വക്കേറ്റ് കണ്ണൻ ചേട്ടൻ? അപ്പോൾ ചേട്ടൻ മാനേജിങ് പാർട്ട്ണറാണ്. 4 പേര് പറഞ്ഞില്ലേ, ഞാൻ 4-ാമതാണ് ഈ ചേട്ടൻ. അപ്പോൾ എന്തായാലും ബാക്കി കിടക്കാം. അതെ, നമ്മള് ഷെഫിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. അയ്യോ, എവിടെ എന്നെ ഇവിടെ ആക്കിട്ട് പോയോ? ഇങ്ങോട്ട് വാങ്ങട്ടാ. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഷെഫ് ഇർഷാദ്, വിഷ്ണു. അപ്പോൾ ഇർഷാദ് നമുക്ക് ഇന്നത്തെ ഡിഷ് ഉണ്ടായി തരുന്നത് എന്താ? നമ്മുടെ സ്പെഷ്യൽ ഡിഷാണ് വേണ്ടത്. നമ്മൾ തനിനാടൻ സ്പെഷ്യൽ ഇന്നിവിടെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തനിനാടൻ സ്പെഷ്യലാണ്. ഇവിടുത്തെ നമ്മുടെ ഈ ഹോട്ടലിലെ സ്പെഷ്യലാണ്. അങ്ങനെ വേറെ അധികം കിട്ടില്ല, എവിടെയും കിട്ടില്ല. അപ്പോൾ എന്താ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഷെഫ് എന്ന്? ഫിഷ് ഇടിച്ചത് ഡിഷാണ്. 2 രീതി പറ. ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞാണ്. പറഞ്ഞോളൂ ബാക്കി പറഞ്ഞു. കരിമീൻ മസാല. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.